സർക്കിട്ട് ഇന്ന് റിലീസായ ആസിഫ് അലിയുടെ സിനിമയാണ്. ഹാട്രിക് ബോക്സ് ഓഫീസ് സക്സസിന് വേണ്ടിയിട്ട് ആസിഫ് അലി ഇറങ്ങിയ സിനിമയാണ്. അതല്ലാതെ നല്ല സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഡബിൾ ഹാട്രിക് അടിക്കാൻ വേണ്ടിയിട്ടുമാണ് അദ്ദേഹം ഇറങ്ങിയത്. കാരണം തലവൻ, ലെവൽ ക്രോസ്, അഡിയോസ് അമീഗോ, കിഷ്കിന്ധാകാന്ഡം, രേഖാചിത്രം ഈ 5 സിനിമയിൽ 3 ബോക്സ് ഓഫീസ് സക്സസ് ആണ്. അതുപോലെ തന്നെ ഈ 5 ക്രിട്ടിക്കലി അക്ലൈം ആയിട്ടുള്ള ഒരാൾ പോലും ഇതൊരു കൂറപ്പടം എന്ന് പറയാത്ത സിനിമകളാണ്. അങ്ങനെ നോക്കാനാണെങ്കിൽ അദ്ദേഹം നല്ല സിനിമകളുടെ കാര്യത്തിൽ ഡബിൾ ഹാട്രിക് അടിച്ചിരിക്കുകയാണ്. സർക്കിട്ട് ഒരു വളരെ നല്ല സിനിമയാണ്, ഒരു നീറ്റ് സിനിമയാണ്. ഈ സിനിമ കാണാതിരിക്കാൻ വേണ്ടി തക്കമുള്ള ഒരു കുറ്റം പോലും ഇല്ലാത്ത വളരെ നീറ്റായിട്ട് ഉള്ളൊരു സിനിമയാണ് സർക്കിട്ട്. ഇനിയും ബോക്സ് ഓഫീസ് ഹിറ്റിൻ്റെ കാര്യത്തിൽ അറിയത്തില്ല, നമുക്ക് കണ്ടറിയണം. കുറച്ച് സ്ലോ ആണെങ്കിൽ പോലും പടം കുറച്ചല്ല, നല്ല സ്ലോ തന്നെയാണ് സിനിമ. അത്യാവശ്യം അതൊരു ലാഗോ ഡ്രാഗോ ഒന്നും ആവുന്നില്ലെങ്കിൽ പോലും സ്ലോ പേസ് ആണ്, ഡെഡ് സ്ലോ പേസ് ആണ്. പക്ഷേ അവസാനത്തെ 20 മിനിറ്റിൽ അത് കവറപ്പ് ചെയ്ത് പ്രോപ്പർ ഫീൽ ഗുഡ് ആക്കുന്നുണ്ട്. 2 മണിക്കൂർ 5 മിനിറ്റാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. അതുകൊണ്ട് തന്നെ വലിയൊരു ഡ്യൂറേഷൻ ഒന്നും അല്ല. നല്ല രീതിയിൽ സ്ട്രെയിറ്റ് കഥയാണ്. അനാവശ്യമായിട്ടുള്ള സീൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സ്ട്രെയിറ്റ് കഥ മാത്രമാണ് കാണിക്കുന്നത്. ആസിഫ് അലി വീണ്ടും തകർത്തു. ഇത് 1-2 സിനിമകളോടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, ഈ ടൈപ്പ് 1-2 സിനിമകളിലൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും ആസിഫ് അലി വീണ്ടും തകർത്തെന്ന് പറയത്തില്ല. കാരണം പുള്ളിക്കിത് ഈസി ആണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും മോഹൻലാൽ, മമ്മൂട്ടി ഒരു സിനിമയെ പൊളിച്ചെന്ന് പറയേണ്ട കാര്യമില്ല. എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്താൽ മാത്രം അത് അപ്രീഷിയേറ്റ് ചെയ്താൽ മതി. കാരണം അവർ അത് ചെയ്യുമെന്ന് നമുക്കറിയാം. ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ ഒരു ആസിഫ് അലിയുടെ ഇനിയും വരുന്നൊരു സിനിമയിലെ കരച്ചിലോ കാര്യങ്ങളോ ഒന്നും പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അത് പുള്ളിക്ക് പുല്ലുപോലെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. പിന്നെ ഓർഹാൻ പയ്യനായിട്ട് അഭിനയിച്ച അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ADHD എന്നൊരു ഡിസോർഡർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഉള്ളൊരു പയ്യൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ഇത് വെറുപ്പീരാണെന്ന് തോന്നിയേക്കാം ഇവൻ. അത് കാരണം അവൻ്റെ അഭിനയത്തിൻ്റെ പ്രശ്നമല്ല, അത് ആ ക്യാരക്ടർ അങ്ങനെയാണ്. അത് സിനിമയിൽ അവർ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെയും അങ്ങനെ തോന്നി, അത് ഈ പറയുന്നവർക്ക് തോന്നിയവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അല്ലാതെ ഒരു സ്ഥലത്തിലും വെറുപ്പീരായിട്ടില്ല, അത് 100% ഉറപ്പാണ്. പിന്നെ ദീപക് പറമ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള ക്യാരക്ടറാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ദിവ്യപ്രഭയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുറ്റം പോലും ഈ സിനിമ കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെഗറ്റീവും ഇല്ലാത്ത ഒരു നീറ്റ് സിനിമയാണ്. പക്ഷേ ഭയങ്കര സ്ലോ പേസ് നറേഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തിയേറ്ററിൽ പോയി, ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പോയി കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതേ സിനിമ OTT വന്ന് കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫ്രീ ആയിട്ട് പോയി ഈ സിനിമ കാണാമെന്ന് വെച്ചാൽ, അങ്ങനെ നിങ്ങൾ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരാൾ പോലും മടുപ്പെന്ന് പറയത്തില്ല. അപ്പോൾ ആ ഒരു ഞാണിന്മയുള്ള പരിപാടിയാണ്. ബോക്സ് ഓഫീസ് സക്സസ് ഒരു 50-50 ആവും. പക്ഷേ നല്ല സിനിമയാണെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3/5 ആണ്.